നമസ്കാരം. ഞാൻ നന്ദനൻപിള്ള. മൈ എക്സ്പെരിമെൻറ്റ്സ് ഇൻ പോലീസിൻ്റെ 47ാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സംസാരിക്കുന്നത് ഞാൻ 2012 കുഞ്ചാലിമൂട് വിജിലൻസിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് 2 DYSP ആയിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് ആറ്റിങ്ങൽ DYSP, ആറ്റിങ്ങൽ സർക്കിൾ ഇൻസ്പെക്ടർ, പിന്നെ ഒരു കോറി മാഫിയയുടെ തലവൻ ഒരു കുരുക്കു ശശി എന്നറിയപ്പെടുന്ന ശശി, ഇവർക്ക് 3 പേർക്കും എതിരായിട്ട് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഒരാൾ മാഫിയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടൊരു പരാതി നൽകിയിരുന്നു. ഈ പരാതി അന്വേഷിക്കുന്നതിനായിട്ട് എന്നെ ചുമതലപ്പെടുത്തിയിട്ടുള്ളതാണ് QV 4/2012 സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് 2 നടത്തി ഞാൻ റിപ്പോർട്ട് നൽകിയിട്ടുള്ളതാണ്. ഈ എൻക്വയറിയുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന ചില സംഭവങ്ങളാണ് ഈ ആറ്റിങ്ങൽ നഗരൂർ വില്ലേജിലെ സർക്കാർ ഭൂമിയായ സർക്കാർ അനുമതിയില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത പുറംപോക്ക് ഭൂമിയിൽ നടന്നിട്ടുള്ളതെന്ന് വെളിവായിട്ടുള്ളതാണ്. ഒരു കാരണവശാലും സർക്കാരിൻ്റെ അനുമതിയില്ലാതെ പുറംപോക്ക് ഭൂമി ഒരു രീതിയിലും ഒന്നും അവിടെ ചെയ്യാനായിട്ട് ഒരു ഉദ്യോഗസ്ഥർക്കും അധികാരമില്ല. ഈ സ്ഥലത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആറ്റിങ്ങൽ മുനിസിപ്പൽ കോടതിയുടെ നിരോധന ഉത്തരവ് നിലവിലുള്ള സ്ഥലം കൂടിയാണ്. അതായത് അവിടെ പൂർണ്ണമായിട്ടും കോറിയും നിരോധിച്ചുകൊണ്ട് ആറ്റിങ്ങൽ മുനിസിപ്പൽ കോടതിയിൽ നിന്ന് ഇഞ്ചക്ഷൻ ഓർഡറുള്ള സ്ഥലമാണ് ഈ പറയുന്ന നഗരൂർ വില്ലേജിലെ ഈ പറയുന്ന ഈ പുറംപോക്ക് ഭൂമിയും പരിസര പ്രദേശങ്ങളിലും. ഈ കോടതി ഉത്തരവ് ലംഘിച്ചുകൊണ്ട് ഈ കുരുക്ക് ശശി എന്ന് പറയുന്ന ശശിയുടെ നേതൃത്വത്തിലുള്ള മാഫിയ വ്യാജ മേൽവിലാസങ്ങളും വ്യാജ ഒപ്പുകളുമിട്ട് പിന്നെ റവന്യൂ ഉദ്യോഗസ്ഥരെയും ഈ പറയുന്ന ഈവൻ പഞ്ചായത്ത് അധികാരികൾ ഉൾപ്പെടെ പോലീസിനെയും ഉൾപ്പെടെ സ്വാധീനിച്ചുകൊണ്ട് പെർമിറ്റുകൾ കൈവശപ്പെടുത്തി ഈ പെർമിറ്റുകളുടെ അടിസ്ഥാനത്തിൽ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ കോറി അവിടെ നടന്നിട്ടുള്ളതായിട്ട് അന്വേഷണത്തിൽ വെളിവായിട്ടുള്ളതാണ്. പരിശോധനയിൽ ജോയിൻ്റ് ഇൻസ്പെക്ഷനും മറ്റും നടത്തിയതിൽ 5,23,09,600 രൂപയുടെ കോറിയിങ് അവിടെ നടത്തിയിട്ടുണ്ട് പരിശോധനയിൽ. അതിൽ സർക്കാരിലേക്ക് അടഞ്ഞിട്ടുള്ളത് വെറും 12,40,685 രൂപയാണ് റോയൽറ്റി എന്ന് നമുക്ക് കണക്കിലാക്കാം. ഈ റോയൽറ്റി എന്ന് പറയുന്നത് ഫൈൻ ഉൾപ്പെടെയാണ്. ഫൈൻ ഉൾപ്പെടെയുള്ള റോയൽറ്റിയാണ് പറഞ്ഞത്. കാരണം ഇനിയും ഈ മൊത്തം പൊട്ടിച്ച പാറയുടെ ഒരു ചെറിയ ശതമാനം, 1/5 പോലും റോയൽറ്റി സർക്കാരിലേക്ക് അടഞ്ഞിട്ടില്ല. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. സംസ്ഥാനത്തുടനീളം കോറി മാഫിയ ഈ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള വിലപ്രകാരമാണ് ഞാൻ ഇതിൻ്റെ ഒരു വില കൂട്ടിയിട്ടുള്ളത്. പെർ ക്യൂബിക് മീറ്ററിന് 40 രൂപയാണ് സർക്കാരിൻ്റെ വില. നമ്മളാരും ഞെട്ടരുത്. പാറയ്ക്ക് ഇത്രയൊക്കെ സർക്കാർ വില ഇട്ടിട്ടുള്ളൂ. നമുക്ക് ഒരു ലോഡ് പാറ വേണമെങ്കിൽ 15,000 10,000 കൊടുക്കണം. വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത വിലയാണെങ്കിലും സർക്കാർ ഒരു ക്യൂബിക് മീറ്ററിന് ഇട്ടിരിക്കുന്ന വില, സർക്കാർ പാറയുടെ വില വെറും 40 രൂപയാണ്. ഇനി മണ്ണിൻ്റെ വില 10 രൂപയാണ്. അതോടെ നമ്മൾ ശ്രദ്ധിച്ചോളുക. നമുക്ക് മണ്ണ് കിട്ടാൻ പിന്നെ സ്വർണം പോലെ ഖനി ആയിട്ട് വളരെ അമൂല്യമായൊരു സാധനമായിട്ട് നമ്മൾ കാണുന്നെങ്കിലും മണലിനിട്ടേക്കുന്ന വില 10 രൂപയാണ്. ഈ വിജിലൻസ് എൻക്വയറി റിപ്പോർട്ടിലൂടെ ഞാനിതിൻ്റെ വില കൂട്ടണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. കാരണം ഇതിൻ്റെ ബെനിഫിറ്റ് മൊത്തം രാഷ്ട്രീയക്കാരും ഈ മാഫിയയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരും തട്ടിക്കൊണ്ട് പോകുന്ന സാഹചര്യത്തിലാണ് അങ്ങനെ റെക്കമെൻഡേഷൻ കൊടുത്തത്. അല്ലാതെ പാറയ്ക്കും മണ്ണിനും വില കൂടുക എന്ന ഉദ്ദേശത്തിലല്ല. എന്തായാലും ശരി, ഈ കോറി മാഫിയയുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഈ മൈനിങ് വകുപ്പ്, അതുപോലെ തന്നെ റവന്യൂ വകുപ്പ്, അതുപോലെ പഞ്ചായത്ത് വകുപ്പ്, അതുപോലെ പോലീസ്, ഇവരുടെ എല്ലാം ഒത്താശ ഉണ്ടായിരുന്നു എന്ന് അന്വേഷണത്തിൽ കൃത്യവും വ്യക്തമായിട്ട് രേഖപ്പെടുത്തി വെളിവായതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു 9 റെക്കമെൻഡേഷൻസ് ഞാൻ നൽകിയിരുന്നു. ഇതിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം, അവിടെ ഒരു റവന്യൂ ഉദ്യോഗസ്ഥൻ, ഏറ്റവും ഉയർന്ന അവിടുത്തെ RDO
ശബരിമല പോകുന്നത് ഈ പാറ കോൺട്രാക്ടർ കുരുക്ക് ശശിയുടെ വീട്ടിൽ നിന്ന് പിന്നെ കെട്ടി അദ്ദേഹത്തെ കൂട്ടിയാണ് ഈ പറയുന്ന കോൺട്രാക്ടറെ കൂട്ടിയാണ് പോകുന്നത്. അതായത് സർക്കാർ ഉദ്യോഗസ്ഥന് സ്വന്തം ചെലവിന് ശബരിമല പോയി ദർശനം നടത്തി വരാനുള്ള നിവൃത്തിയില്ല എന്ന് നമ്മൾ ഒരു പക്ഷേ അനുമാനിക്കേണ്ടിയിരിക്കുന്നു. അതാണ് നമ്മുടെ സിസ്റ്റം. ഇത് ആറ്റിങ്ങലെ മാത്രം സിസ്റ്റമല്ല, സംസ്ഥാനത്തുടനീളമുള്ള ദയനീയമായ മാഫിയ, പോലീസ്, റവന്യൂ ഉദ്യോഗസ്ഥ, അതായത് ജിയോളജി വകുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ് ജിയോളജി വകുപ്പ്. പൊല്യൂഷൻ കൺട്രോൾ എല്ലാ ആളുകളും ഉണ്ട്, എക്സ്പ്ലോസീവ് എല്ലാ ആളുകളും ഇതിൻ്റെ ഭാഗമാക്കായിട്ട് വരുന്നവരാണ്. എന്തായാലും ശരി, ഈ ഇതിലേക്ക് ഞാൻ എൻ്റെ റിപ്പോർട്ട് കൊടുത്തു എന്നുള്ള മാത്രമല്ല, ഇതിൽ വളരെ ദയനീയമായ ചില കണ്ടെത്തലുകൾ അതിനകത്ത് കണ്ടെത്തി. അതായത് ഇതിൽ ഒരാൾക്ക് ഈ മണ്ണ് സംഭരിക്കാനായിട്ട് നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി ഒരു അനുമതി കൊടുത്തതായിട്ട് കണ്ടെത്തി. മണ്ണ് സംഭരിക്കുക എന്ന് പറയുന്നതിന് അനുമതി കൊടുക്കാൻ പഞ്ചായത്ത് സെക്രട്ടറിക്ക് യാതൊരു അധികാരവും ഇല്ല. കാരണം ഡിയാൻഡോ ലൈസൻസ് എന്ന് പറയുന്ന ആ ലിസ്റ്റിൽപ്പെട്ട ഐറ്റങ്ങൾക്ക് മാത്രമേ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഏതെങ്കിലും അനുമതി കൊടുക്കാൻ അവകാശമുള്ളൂ. അതിന് വിരുദ്ധമായിട്ട് പഞ്ചായത്ത് സെക്രട്ടറി ഡിയാൻഡോ ലൈസൻസിൻ്റെ പരിധിയിൽ ചേർത്ത് മണ്ണ് സംഭരിക്കാൻ ഒരു മാഫിയയ്ക്ക് ഒരു ഭാഗത്ത് അനുമതി കൊടുക്കുന്നു, അയാൾക്ക് സൂക്ഷിക്കാനായിട്ട്. അപ്പം ആ നിയമവിരുദ്ധ ഉത്തരവിലൂടെ അയാൾക്ക് പിന്നെ അവിടെ ഇഷ്ടംപോലെ നിയമവിരുദ്ധമായിട്ട് മണ്ണ് ശേഖരിക്കാനും മൈനിങ് നടത്താനുമുള്ള അനുമതി നമ്മൾ പുറംവാതിൽ വഴി ഈ സെക്രട്ടറി നൽകുകയാണ്. സെക്രട്ടറിക്ക് അതിന് അധികാരമുണ്ടോ എന്ന് പോലും സെക്രട്ടറി പരിശോധിച്ചില്ല. കാരണം അത്രമാത്രം രാഷ്ട്രീയ സ്വാധീനം അതിനകത്തുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ വ്യാജവിലാസത്തിലും വ്യാജ ഒപ്പിലും ഒക്കെ ഈ പാസ് കൊടുത്തിട്ടുള്ളതും രാഷ്ട്രീയക്കാരുടെ ഇടപെട്ടാണ്. അല്ലാതൊന്നും നമുക്ക് സംഭവിക്കുമെന്ന് നമ്മളാരും പ്രത്യാശിക്കേണ്ട കാര്യമില്ല. കാരണം ഇതിൻ്റെ കറക്റ്റ് വിഹിതങ്ങൾ എത്തേണ്ട സ്ഥലങ്ങളിൽ എത്തിയെങ്കിൽ മാത്രമേ ഈ ഇമാതിരി തോന്നിവാസമാണ് നടക്കത്തുള്ളൂ. കാരണം ഇത് സർക്കാർ ഭൂമിയാണ്, പുറമ്പോക്ക് ഭൂമി സംബന്ധിച്ച് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ സർക്കാർ അനുമതി വേണം. ഇതിൽ ഏറ്റവും തമാശയായിട്ട് കാര്യം, ഈ പുറമ്പോക്കിൽ നിന്ന് 10 ഏക്കർ 98 സെൻറ്റ് സ്ഥലം ഒരു സദാശിവൻ എന്ന് പറയുന്ന ഒരാൾക്ക് വീതം വെച്ച് കൊടുത്തു എന്നുള്ളതാണ്. 555/2 എന്ന് പറയുന്നതാണ് പുറമ്പോക്കിൻ്റെ സർവേ നമ്പർ. അത് ഡിവൈഡ് ചെയ്തിട്ട് 10.98 ഏക്കർ സ്ഥലം കൊടുത്തത് ഒരു പാവപ്പെട്ടവനാണ്. കാരണം അയാളുടെ കയ്യിൽ സീലിംഗ് പരിധിക്ക് പുറത്ത് ഭൂമിയുണ്ട്, അതെടുക്കാൻ നട്ടലില്ലാത്തൊരു സംവിധാനമാണ് ഇവിടെ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, 1 മുതൽ എൻ്റെ 6 വരെയുള്ള വീഡിയോ, സർക്കാർ ഭൂമി സംബന്ധിച്ചുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മളിവിടെ ലാൻഡ് റിഫോംസ് ആക്ട് എന്ന് പറയുന്ന ഓമന പേര് ചില ആക്റ്റുകളുണ്ട്. ഇതൊന്ന് നടപ്പാക്കാനുള്ള ഇച്ഛാശക്തിയോ നട്ടല്ലോ ഇവിടെ ആർക്കും ഇല്ല. ആയിരക്കണക്കിന് ഏക്കർ ഭൂമി ഈ ആക്ട് നിലവിൽ വന്ന് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും ആളുകളുടെ കയ്യിൽ സീലിംഗ് പരിധിക്ക് പുറത്ത് ഇരിക്കുകയാണ്. ഇതിൽ 1-2 സംഭവങ്ങൾ, ഈ കോറി മാഫിയയും പോലീസുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ, ഇതിൽ ശ്രദ്ധയപ്പെട്ട 1-2 സംഭവങ്ങൾ. ഇതിൽ 3 കേസുകളിൽ ഞാൻ പുനരന്വേഷണം പറഞ്ഞിരുന്നു. ഏതാണ്ട് 3 കേസും രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞിരുന്നു, ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ പുനരന്വേഷണം പറഞ്ഞ 2 കേസുകൾ, ഈ മണ്ണ് സർക്കിൾ ഇൻസ്പെക്ടർ തന്നെ മണ്ണ് ചുമന്ന് ലോറിക്കകത്തിട്ട് 2 ക്രൈം കേസ്, വ്യാജ കള്ളക്കേസുകൾ എടുത്തിരുന്നു. അത് 2ഉം പുനരന്വേഷണം പറഞ്ഞിരുന്നു. 3ാമതൊരു പുനരന്വേഷണം പറഞ്ഞ കേസാണ് ഏറ്റവും തമാശയായ കേസ്. കാരണം ഒരു തൊഴിലാളി ഈ ശശിയുടെ കോറിയിൽ ഈ മെറ്റൽ അടിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കെ മരണപ്പെട്ടെന്ന് പറയുന്നത് ശശിയുടെ ലോറി ഇടിച്ചാണ് ആൾ മരിച്ചേക്കുന്നത്. ശശിയുടെ ലോറി നിയമ കുരുക്കിലൊന്നും പെടാതെ നമ്മുടെ ഇപ്പോഴത്തെ കൊല്ലത്തെ DYSP രക്ഷിച്ചെടുത്തു. കൊല്ലത്തെ DYSP എന്ന് പ്രത്യേകം പറയണം. കാരണം അദ്ദേഹം കഴിഞ്ഞ 4-4.25 വർഷം LDF ഗവൺമെൻറ് കാലത്ത് ഫോർട്ട് നെയ്യാറ്റിൻകരയും ഭരിച്ചിട്ടാണ് ഇപ്പോൾ കൊല്ലത്തെത്തിയിരിക്കുന്നത്. ആ ഉദ്യോഗസ്ഥൻ അവിടെ SI ആയിരിക്കുകയാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. പുള്ളി ശശിയുടെ ലോറിയെ മാറ്റിയിട്ട് മേളിൽ നിന്ന് പാറ അടന്നു വീണ് ആണ് ആൾ മരിച്ചതെന്ന് കണ്ടെത്തി. എത്ര ബുദ്ധിയാണെന്ന് നോക്കിക്കോണം. ശശിയെപ്പോലുള്ള ഒരു കോറിയൻ മാഫിയ തലവനെ സഹായിക്കാനായിട്ട്, സർക്കാർ ഭൂമി കയ്യേറി ഈ മൈനിങ് നടത്തുന്ന ഒരുത്തനെ സഹായിക്കാനായിട്ട് പോലീസ് കണ്ടെത്തിയ ബുദ്ധി. ലോറി ഇടിച്ച് നടന്ന കൊലപാതകം എന്ന് വേണേൽ നമുക്ക് പറയാം. എന്തായാലും ഒരു ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ലോറിക്ക് ഇനി റെക്കോർഡൊന്നും ഇല്ലാത്തതുകൊണ്ടാണെന്ന് അറിയില്ല. എന്തായാലും ശരി, ലോറിയെ പൂർണ്ണമായിട്ടും ശശിയെയും പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ട് ഇത് പിന്നെ പാറ ഉരുണ്ട് വീണാണെന്ന് കാണിച്ച് അവർക്ക് കുറേ പൈസയെ കൊടുത്തു. ആ വീട്ടുകാർ കുറേ പൈസയെ കൊടുത്തു. എന്നിട്ട് ബാക്കി ജോലിക്കാരെയും സ്വാധീനിച്ചു. അവരാരും പുറത്ത് പരസ്യമായിട്ട്, അവർ രഹസ്യമായിട്ട് പറഞ്ഞുകൊണ്ടും അല്ലെ എന്നോട് പറഞ്ഞുകൊണ്ടുമാണ് ഞാൻ അറിഞ്ഞത്.
ഏതായാലും പിന്നെ എല്ലാം എഴുതി തീർത്തു. അതിൽ ഞാനൊരു പുനരന്വേഷണം പറഞ്ഞിരുന്നു ഈ അട്ടിമറിയിൽ. ഒന്നും സംഭവിച്ചില്ല. എല്ലാം നമ്മുടെ നമ്പർ 1 കേരളത്തിലെ നമ്പർ 1 ആയിട്ട് തന്നെ തുടരുന്നു. ഏതായാലും ശരി, മരണപ്പെട്ടവർക്ക് കോടതി കൊടുക്കുന്നതിന് മുമ്പേ, കേസ് പറഞ്ഞ് കോടതി വിധിയാവുന്നതിന് മുമ്പേ ന്യായമായൊരു പൈസ നമ്മുടെ കോറി മാഫിയ തലവൻ കൊടുത്തു. അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. പോലീസിന് പരാതിയില്ല, മരണപ്പെട്ടവർക്ക് പരാതിയില്ല, പിന്നെ ആർക്കും പരാതിയില്ല. അപ്പം ഞാനിത് പറഞ്ഞത് നമ്മുടെ ഈ ആറ്റിങ്ങൽ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. സംസ്ഥാനത്തുടനീളം ഈ പറയുന്ന ഈ കോറിയും മൈനിങ്ങും ആയുള്ള മാഫിയയും പോലീസും ഈ പറയുന്ന റവന്യൂ ഉദ്യോഗസ്ഥരും ജിയോളജി വകുപ്പും ഈ പറയുന്ന പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും എല്ലാം കൂടെ കൂട്ടിയേർന്നുള്ള ഒരു മാഫിയ കച്ചവടമാണ് ഇവിടെ നടക്കുന്നത്. സർക്കാരിലേക്ക് ഈ പറയുന്ന ഇത് നിയമവിരുദ്ധമായിട്ട് നൽകിയതാണെങ്കിൽ പോലും ഏതാണ്ട് വലിയ തുക, ഏതാണ്ട് 10-40 ലക്ഷം രൂപയോളം സർക്കാരിന് ഈ മൈനിങ്ങുമായി ബന്ധപ്പെട്ട് നഷ്ടമുണ്ടായിട്ടുണ്ട്. കൊടുക്കാൻ പറ്റില്ല, കാരണം പുറമ്പോക്ക് ഭൂമിയാണ്. പുറമ്പോക്ക് ഭൂമിയിൽ നിയമപരമായിട്ട് യാതൊരു രീതിയിലും ഗവൺമെൻറ് അനുമതി ഇല്ലാതെ ഏതെങ്കിലും രീതിയിൽ ആർക്കും ഒരു നടപടിക്കും നൽകാനായിട്ട് പറ്റില്ല. അതായത് മൈനിങ് ഉൾപ്പെടെ ഒന്നിനും നൽകാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം നിയമവിരുദ്ധമായിട്ട് നൽകിയാണ്. പുറമ്പോക്ക് ഭൂമി തന്നെ സബ് ഡിവിഷൻ ചെയ്ത് 11 ഏക്കർ മറ്റൊരാൾക്ക്, 10 ഏക്കർ 98 സെൻറ്റ് മറ്റൊരാൾക്ക് കൊടുക്കുകയും ചെയ്തു. അയാൾ പാവപ്പെട്ടവനാണ്. കാരണം എന്താണ്, അയാൾക്ക് സീലിങ്ങിന് പുറത്ത്, എൻ്റെ ഒരു കണ്ടമാനം ഏക്കർ സ്ഥലം സീലിങ്ങിന് പുറത്തുള്ള ആളാണ്. അപ്പോൾ നമ്മൾ സർക്കാർ സംവിധാനങ്ങൾ പാവപ്പെട്ടവരെ എങ്ങനെയാണ് സഹായിക്കുന്നതെന്ന് ഇത് മനസ്സിലാക്കുക. ഇവിടെ 5 സെൻറ്റില്ല എന്ന് പറഞ്ഞ് ലൈഫ് പദ്ധതി നടപ്പിലാക്കി കമ്മീഷൻ അടിക്കുന്ന സ്ഥലത്താണ് ഈ പറയുന്ന ആളുകൾക്ക്, ഏക്കർ കണക്കിന് സ്ഥലമുള്ളവർക്ക് വീണ്ടും സർക്കാർ ഭൂമി നിയമവിരുദ്ധമായിട്ട് യാതൊരു അനുമതിയില്ലാതെ പതിച്ചു കൊടുക്കുകയും കൂടെ ചെയ്യുന്നു. ഏതായാലും ഇതാണ് നമ്മൾ ഇവിടുത്തെ നമ്പർ 1 കേരളം. ഇത് ഇതുപോലെ തന്നെ തുടരും. നമ്മുടെ പ്രവൃത്ത മലയാളികൾക്കായിട്ട് ഈ വീഡിയോ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.